സ്പെഷ്യൽ നത്തോലി അച്ചാർ. നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്നതിൻ്റെ കൂട്ട് തന്നെ തിരുവനന്തപുരം സൈഡിലോട്ട് വരുമ്പോൾ നത്തോലി എന്ന് പറയും, ആലപ്പുഴ പത്തനംതിട്ട സൈഡിലോട്ട് പോകുമ്പോൾ ചൂടയെന്ന് പറയും. പല പേരിൽ ഈ മീൻ അറിയപ്പെടുന്നുണ്ട്. ഇന്ന് നമ്മൾ അതിനെ വെച്ചിട്ട് ഒരു അച്ചാറാണ് ഉണ്ടാക്കുവാനായിട്ട് പോകുന്നത്. ക്രിസ്പി ആയിട്ടുള്ള, നല്ല സ്പൈസി ആയിട്ടുള്ള, നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് ഉണ്ടാക്കുവാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നത്തോലി കഴുകി എല്ലാം വെട്ടി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, വിനാഗിരി എന്നിവ ചേർത്ത് ഇളക്കി 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു പാനിലേക്ക് എണ്ണ ചൂടാക്കിയിട്ട് ഇതിന് വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിന് അതിലേക്ക് കരിവേപ്പില ഇട്ട് എണ്ണയുടെ ചൂട് കറക്റ്റ് ആയതിനു ശേഷം നത്തോലി കുറേശ്ശെയായിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ല ക്രിസ്പി ആയിട്ട് വറുത്ത് കോരി വെക്കുക. ഇനി അതിലേക്ക് അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറയാം. ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവ, കടുക്, കായം. നമ്മൾ നത്തോലി വറുത്ത് കോരിയ എണ്ണയിൽ തന്നെ ഉലുവ ഇട്ട് അത് പൊട്ടി വരുമ്പോഴത്തേക്കിന് കടുക് ഇട്ട് കൊടുത്ത് അതും പൊട്ടിയതിന് ശേഷം ഇഞ്ചി ചതച്ചത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് ഇളക്കി ഒരു പകുതി മൂപ്പായി വരുമ്പോഴത്തേക്കിന് അതിലേക്ക് വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും നല്ലപോലെ കിടന്ന് ഒരു ഗോൾഡൻ നിറമാകുന്നത് വരെ ഒന്ന് മൂത്ത് വരണം. മൂത്ത് വരുമ്പോഴത്തേക്കിന് അതിലേക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം. കരിയാപ്പില ഞങ്ങൾ ചതച്ചും ചേർക്കുന്നുണ്ട്. ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടും മീനിൻ്റെ ടേസ്റ്റ് ഒത്തിരി വെളിയിലോട്ട് അറിയാതിരിക്കാനെ കൊണ്ടും കരിയാപ്പില കൃഷി ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് ഇളക്കി ഒരു ലൈറ്റ് ഗോൾഡൻ നിറമാകുമ്പോഴത്തേക്കിന് അതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. കായപ്പൊടിയും കൂടെ കിടന്ന് എണ്ണയിലൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവയിട്ട് ഇളക്കി ചെറിയ തീയിലിട്ട് മൂപ്പിച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം വിനാഗിരി, പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി ഒഴിച്ച് ഇളക്കി ആവശ്യത്തിന് ഉപ്പും കൂടെ, അരപ്പിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി അതിലേക്ക് നമ്മൾ വറുത്ത് ക്രിസ്പിയായിട്ട് തരിതരിപ്പായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന നത്തോലിയും കൂടെ ഇട്ട് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ നത്തോലി അച്ചാർ റെഡി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഡീപ്പ് ഫ്രൈ ചെയ്ത് നത്തോലി എടുത്തത് ദീർഘനാൾ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പുറത്തോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇട്ട അച്ചാറാണ്. അതുകൊണ്ടാണ് ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തത്. ഇത്രയും ഡീപ്പ് ഫ്രൈ ആവശ്യമില്ലാത്തവർക്ക് കുറച്ച് പെട്ടെന്ന് തീർക്കാനുള്ളവർക്ക് വേണമെങ്കിൽ, പക്ഷേ ക്രിസ്പി ആയിട്ടിരിക്കുന്നത് കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതൽ. നല്ല അടിപൊളി, നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല സൂപ്പർ അച്ചാറാണ്. ഓക്കെ, താങ്ക് യു.